അയ്യോ, അപ്പോൾ നാളെ എങ്ങനെയാണെന്ന് നോക്കാം. നാളത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റാണ് വന്നിട്ടുള്ളത്. ജഡ്ജ്മെൻറ്റ് പറഞ്ഞാൽ നമ്മൾക്ക് ഓരോ ഹോം സിക്നെസ് ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഓരോ വീട്ടിലോട്ട് ഗൃഹാതുരത്വമൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചിട്ട് ചിലപ്പം ആരെങ്കിലും അപവാദം, നിങ്ങളെക്കുറിച്ചോ നിങ്ങൾ വേണ്ടപ്പെട്ടവരെ കുറിച്ചോ പരസ്പരം അപവാദം പറഞ്ഞ് വരുത്താനൊക്കെ സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിക്കുക. അതുപോലെ നിങ്ങളും മറ്റുള്ളവരെ കുറിച്ച് അപവാദം അങ്ങനത്തെ പറയുന്നതൊന്നും പറയാതിരിക്കുക. ഓക്കെ, അപവാദങ്ങളൊന്നും പറയാതിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പക്ഷേ നാളെ ഒരു കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടാൻ സാധിക്കും. അതുപോലെ മേജറായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലാരിറ്റി നാളെ ഒരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നു കഴിഞ്ഞാലുള്ളത്. ഓക്കെ, അതിന് കാർമിക് ലെസൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വിദേശത്ത് അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഉള്ള വേണ്ടപ്പെട്ടവരെ നാളെ നിങ്ങളുടെയൊക്കെ അടുത്തെത്താനുള്ള ചാൻസോ അല്ലെങ്കിൽ അവരുടെ ഒരു വിളിയോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ. അതുപോലെ നിങ്ങളുടെ എനർജി വന്നിട്ട് ഹൈ പ്രീസ്റ്റ് ആണ്. അതൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയുടെയാണ് കാർഡുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു കഴിവ്, സർഗപരമായിട്ടുള്ള കഴിവ് എന്ന് വെച്ചാൽ എഴുതാനോ അല്ലെങ്കിൽ കവിതകൾ എഴുതാൻ അല്ലെങ്കിൽ നോവൽസ് അങ്ങനത്തെ എഴുതാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കൊരു ഒരു സീക്രട്ട് പവർ, അതായത് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആന്തരികമായിട്ട് എന്തെങ്കിലും ഒരു ശബ്ദം എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്കൊരു പറഞ്ഞു വരും, ഒരു മെസ്സേജ് നിങ്ങൾക്ക് നാളെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾക്കത് വളരെ പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് മനസ്സ് പറയുന്ന അല്ലെങ്കിൽ മനസ്സ് പറഞ്ഞു തരും, അതെങ്ങനെയാണെന്നുള്ളത് ഒരു പക്ഷെ കാണിച്ചു തരും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് വലിയ പണത്തോടൊന്നും വലിയൊരു ഭയങ്കരമായിട്ടുള്ള ആസക്തിയൊന്നും നാളെ കാണിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ ലിസൺ ടു യുവർ ഹേർട്ട് എന്നുള്ളതാണ്. ഹൃദയം അല്ലെങ്കിൽ മനസ്സ് അല്ലെങ്കിൽ പറഞ്ഞു തരും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് വന്നിട്ടുള്ള മെസ്സേജ് വന്നിട്ട് 10 ഓഫ് കപ്സ് ആണ്. 10 ഓഫ് കപ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ ഹാപ്പി ആയിട്ടുള്ള കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ പറ്റിയ ദിവസം, വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരിക്കും നാളെ. കുടുംബത്തോടൊപ്പം ചിലവഴിക്കാം. അതുപോലെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിംഗ് പോലുള്ള കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല നല്ല കാര്യങ്ങൾക്ക് ഫംഗ്ഷന് പങ്കെടുക്കാൻ അല്ലെങ്കിൽ ദൂരയാത്രകൾക്കൊക്കെ നാളെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിലുള്ള പ്ലാനിങ് ഉണ്ടാവും എന്നുള്ളതാണ്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാർഡാണ് 10 ഓഫ് കപ്സ്. ഓക്കെ, ഫാമിലിയൊക്കെ ഒന്നിച്ചുള്ള വളരെ സന്തോഷമായിട്ടുള്ള ദിവസമായിരിക്കും നാളെ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും പോസിറ്റീവാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വന്നിരിക്കുന്ന 3 കാർഡും. ഓക്കെ, അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്ലീസ് ഷെയർ ഓൾസോ. ഓക്കെ, താങ്ക് യു.